അങ്ങനെ കേരള ബോക്സ് ഓഫീസിനെ മലർത്തിയടിക്കാൻ വേണ്ടി ഒരു പുതിയ സിനിമ കൂടെ വന്നിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ. അപ്പോ ജാനുവരി 25-ാം തീയതിയാണ് സിനിമ റിലീസ് ആവുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് ബുക്കിങ്ങിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ആ ഒരു ഇഷ്ടം വീണ്ടും 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 നമ്മുടെ മലയാളി പ്രേക്ഷകർ ലാലേട്ടന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാവിധ തെളിവാണ് നമ്മുടെ ഈ ഒരു അഡ്വാൻസ് ബുക്കിങ്ങിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ തിയേറ്ററുകളിലെ നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ സിനിമയ്ക്ക് എന്തുമാത്രം അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പൊ പല തിയേറ്ററുകളും നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഓറഞ്ച് കത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, അതായത് ഓൾമോസ്റ്റ് ഫില്ലായ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോ ലിയോയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ബോക്സ് ഓഫീസ് ഇങ്ങനെ കത്താൻ പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അതിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രമുഖ തിയേറ്ററുകളുടെ കാര്യം നോക്കാം. അപ്പൊ ആദ്യത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം ഏരീസ് ഫ്ലക്സ് തിയേറ്റർ ആണ് കേട്ടോ. അപ്പൊ ഏരീസ് ഫ്ലക്സ് തിയേറ്ററിന്റെ കാര്യം പറയുവാണെങ്കിൽ എത്ര ഷോ ഉണ്ടാവും മലൈക്കോട്ടെ വാലിബനും? ഒരു 5 ഷോ, ഒരു 10 ഷോ, ഒരു 15 ഷോ, എന്റെ മോനെ 19 ഷോ ആണ് നമ്മുടെ ട്രിവാൻഡ്രം ഏരീസ് ഫ്ലക്സിൽ മലൈക്കോട്ടെ വാലിബിന് വേണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6:30-നാണ് ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ 6:30 ഷോയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് തന്നെ 4 ഷോ ആണ്, അതായത് 6:30 തന്നെ 4 ഷോ ആണ് നമ്മുടെ ഏരീസ് ഫ്ലക്സ് തിയേറ്റർ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യം പറയുവാണെങ്കിൽ എന്താ പറയാ, ഓൾമോസ്റ്റ് ഫുള്ള് ആയ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ. ഇനി ട്രിവാൻഡ്രംകാരുടെ കാര്യം പറയുവാണെങ്കിൽ അവർ ഏരീസ് ഫ്ലക്സിൽ പോയി കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്ന ഒരേ ഒരു സ്ക്രീനേ ഉള്ളൂ, അത് നമ്മുടെ OD1 തന്നെയാണ്. OD1-ലാണ് എല്ലാ ബ്രഹ്മാണ്ഡ സിനിമകളും ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ളത്. അപ്പോൾ OD1-ന്റെ കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു OD1-ൽ മാത്രം 5 ഷോ ആണ് നമ്മുടെ മലൈക്കോട്ടെ വാലിബിന് വരുന്നത് കേട്ടോ. ഇനി ആ ഷോയുടെ കാര്യം പറയുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്ന് നമുക്ക് പറയാം. ഇനി മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആ ഒരു 5 ഷോ എത്രയും പെട്ടെന്ന് തന്നെ ഹൗസ്ഫുൾ ആവും. ബാക്കിയുള്ള 14 ഷോയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതും ഫുൾ ആവുന്നതാണ്. അപ്പം ഇനി ദിവസങ്ങളുണ്ട് സിനിമ റിലീസ് ആവാനായിട്ട്. അപ്പൊ ആ സമയം കൊണ്ട് തന്നെ എന്തായാലും എല്ലാം ഫില്ലായി പോകും കേട്ടോ. പിന്നെ ഏറ്റവും അവസാനത്തെ ഷോ വരുന്നത് 11:59 PM ആലോചിച്ച് നോക്കിയേ. രാവിലെ 6:30 സ്റ്റാർട്ട് ചെയ്യുന്നു, രാത്രി 11:59 അവസാനത്തെ ഷോ വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേ 19 ഷോ ഇങ്ങനെ ഓറഞ്ച് കത്തി നിൽക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോനെ വേറെ ലെവലാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ അങ്ങ് കൊച്ചിയിലേക്കാണ്. കൊച്ചി എന്ന് പറയുമ്പോൾ അറിയാം, നമ്മുടെ ഇടപ്പള്ളി വനിതാ തിയേറ്റർ. വനിതാ തിയേറ്ററും ഷോയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. മൊത്തം 14 ഷോ ആണ് നമ്മുടെ മലൈക്കോട്ടെ വാലിബിന് വേണ്ടി ഇട്ടിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഷോ വരുന്നത് രാവിലെ 6:30-നാണ്. ഈ 6:30 ഷോയുടെ കാര്യം പറയുമ്പോഴേ മൊത്തം 3 ഷോ ആണ് ഈ ഒരു സമയത്ത് വരുന്നത്. ആ 3 ഷോയും ഹൗസ്ഫുൾ ആണ് ഗൈസ്. അതാണ് നിങ്ങളിപ്പോൾ ബുക്ക് മൈ ഷോ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ 3 ഷോയും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാണ്ട് പറ്റത്തില്ല, എല്ലാ സീറ്റും സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട്. ഇനി മറ്റു ഷോസിന്റെ കാര്യം നോക്കുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഈ വനിതാ തിയേറ്ററിന്റെ കാര്യം പറയുമ്പോൾ അവിടുത്തെ സോഫ സീറ്റിന് റേറ്റ് കൂടുതലാണ്. എല്ലാ തിയേറ്ററിലും സോഫ സീറ്റിന് റേറ്റ് കൂടുതലാണ്. പക്ഷെ ഇവിടുത്തെ കാര്യം നോക്കുമ്പോൾ അത്രയും പൈസ മുടക്കി ആൾക്കാർ സിനിമ കാണാൻ റെഡിയാണെന്നുള്ളതാണ് കാര്യം. ഈ ബാക്കിലത്തെ ഈ സോഫ സീറ്റ് എല്ലാം ഫുള്ളായി പോയിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. യെസ്, അപ്പൊ ഇത് നമ്മൾ കൊച്ചിയിൽ നേരെ പോകുന്നത് നമ്മുടെ തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്റർ. രാഗം തിയേറ്ററിന്റെ കാര്യം പറയുവാണെങ്കിൽ അവിടെ രാവിലെ 2 ഷോ വരുന്നുണ്ട്. ഒന്ന് 6:30-നും അതുപോലെ തന്നെ രാവിലെ 9 മണിക്കും. ഇത് രണ്ടും ഫാൻ ഷോ ആണ് കേട്ടോ. ഈ 2 ഷോയ്ക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടത്തില്ല, കാര്യം രണ്ടും സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട്. 2 ഷോയും ഹൗസ്ഫുൾ ആണ്. ഇത് കൂടാതെ ബാക്കി 4 ഷോ ആണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ രാഗം തിയേറ്ററിന്റെ കാര്യം പറയുമ്പോഴേ ഇന്ന് രാവിലെ 10 മണിക്കാണ് രാഗം തിയേറ്ററിന്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അതിന്റെ ഒരു ക്ലിപ്പിംഗ് ഞാൻ ഇവിടെ വെച്ചേക്കാം കേട്ടോ. ആ സമയത്ത് ആൾക്കാർ തിയേറ്ററിനകത്തേക്ക് ഇങ്ങനെ ഇടിച്ച് കയറുമായിരുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഓൺലൈൻ ബുക്കിംഗ് ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകൾ വളരെ വിരളമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ലിയോയ്ക്കാണ് ഇതുപോലൊരു റഷ് കണ്ടത്. അപ്പൊ അതിനുശേഷം നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോ രാഗത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ എന്റെ മോനെ എല്ലാ ഷോയും നമുക്ക് ഹൗസ്ഫുൾ എന്ന് തന്നെ പറയാം. സാധാരണ ഫ്രണ്ട് റോയിലെ സീറ്റുകൾ നമുക്കിനി പെൻഡിങ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ. ബാക്കി എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളായ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അതും ഇനിയും ദിവസങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അപ്പം കേരളത്തിലെ മിക്ക തിയേറ്ററുകളുടെ അവസ്ഥ, ഓൾമോസ്റ്റ് തിയേറ്ററുകളുടെ ഒക്കെ ഒരു അവസ്ഥ ഇത് തന്നെയാണ്. ഇങ്ങനെ എന്താ പറയാ, ബുക്കിംഗ് ഇങ്ങനെ ഓറഞ്ച് കത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഓറഞ്ച് കത്തിക്കുന്ന പറഞ്ഞാൽ അറിയാലോ, ഈ ഓൾമോസ്റ്റ് ഫുൾ ആകുമ്പോഴാണ് ഈ ഓറഞ്ച് ഇങ്ങനെ കത്തി നിൽക്കുന്നത്. അപ്പൊ വീണ്ടും നമ്മുടെ കേരള ബോക്സ് ഓഫീസ് ഒന്ന് കുലുങ്ങാനായിട്ട് പോവുകയാണ്. ഇനി എന്ത് സംഭവിക്കുന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. സിനിമ എങ്ങാനും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്റെ മോനെ വേറെ ലെവലിലേക്ക് ഒരു കയറ്റമായിരിക്കും. നേരിയ സിനിമ ഒരു വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ മുമ്പിലുള്ളത്. കാര്യം ഇത്രയും ഒരു ലോവർ ഹൈപ്പിൽ വന്നൊരു സിനിമയാണ് 100 കോടി ബിസിനസ് നേടിയത്. നല്ല ചോദിക്കേ, അതും കേരളത്തിൽ തന്നെ വളരെ ഗംഭീരമായ ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് കിട്ടിയതും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മലൈക്കോട്ടെ വാലിബിനെ നമ്മൾ എങ്ങനെ വെച്ച് അളക്കും? അതാണ് കണ്ടു തന്നെ അറിയണം. അപ്പൊ പടം വേറെ ലെവലാവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മോനെ കണ്ടു തന്നെ അറിയണം. അപ്പോൾ ലാലേട്ടാ, ഞങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ് ജാനുവരി 25-ാം തീയതി തിയേറ്ററിൽ പോയി സിനിമ കാണാൻ വേണ്ടിട്ട് കേട്ടോ.
Rest in peace.